പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. മത്തായി സുവിശേഷം 10-ാം അധ്യായം 42-ാം വാക്യം. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പ്രതിഫലം തരുന്ന ദൈവമത്രേ. കർത്താവിൻ്റെ നാമത്തിൽ ഒരു വ്യക്തിയെ നാം കൈക്കൊള്ളുമ്പോൾ അതിന് തക്ക പ്രതിഫലം തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നാം ഒരു വ്യക്തിയെ കൈക്കൊള്ളുന്നത് കർത്താവിൻ്റെ നാമത്തിലാണോ? നിശ്ചയമായി ഹല്ലേലൂയ. ലോകം പ്രതിഫലം തന്നില്ലെങ്കിലും പ്രതിഫലം തരുന്ന ദൈവമുണ്ട്, മാനിക്കുന്ന ദൈവമുണ്ട്. വേദപുസ്തകം പറയുന്നു, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെയാണ് കൈക്കൊള്ളുന്നത്, എന്നെ കൈക്കൊള്ളുന്നവൻ എൻ്റെ പിതാവിനെ കൈക്കൊള്ളുന്നു എന്നരുളി ചെയ്ത കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയത്തും ഒരു ചെറിയവനെ കർത്താവിൻ്റെ നാമത്തിൽ കൈക്കൊണ്ടാലും അതിന് പ്രതിഫലം തരാൻ വിശ്വസ്തനത്രേ. പ്രവാചകനെന്ന് വെച്ച് ഒരു പ്രവാചകനെ കൈക്കൊള്ളുന്നവൻ അതിന് തക്ക പ്രതിഫലം ലഭിക്കും. ഹല്ലേലൂയ. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാൻ്റെ പ്രതിഫലം ലഭിക്കും. ഹല്ലേലൂയ. ഇതാ വീണ്ടും പറയുന്നു, ഒരു ദൈവ പൈതലിനെ കർത്താവിൻ്റെ നാമത്തിൽ നാം കൈക്കൊള്ളുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ അതിന് തക്ക പ്രതിഫലം തരുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനത്രേ. ആകയാൽ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നാം മറ്റുള്ളവരെ കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിപ്പാൻ, കർത്താവിൻ്റെ നാമത്തിൽ അവരെ കൈക്കൊള്ളുവാൻ തയ്യാറാകണം. അതിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, യഹോവ എൻ്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി. എൻ്റെ കർത്താവ് ആരാ? എൻ്റെ നീതിക്ക് തക്കവണ്ണം എൻ്റെ കൈകളുടെ അല്ലെങ്കിൽ വെടിപ്പിനൊത്തവണ്ണം പകരം തരുന്ന ദൈവമത്രേ. പലപ്പോഴും മനുഷ്യർ വിചാരിക്കും നമുക്ക് പ്രതിഫലമില്ല, നമ്മുടെ പ്രതിഫലം ഒക്കെ പോയെന്ന് പറയുമ്പോൾ പ്രതിഫലത്തെ മാറ്റാത്ത ഒരു ദൈവമുണ്ട്. വേദപുസ്തകത്തിൽ യാക്കോബ് പറയുന്ന ഒരു വാക്യമുണ്ട്, ലാബാൻ 10 പ്രാവശ്യം അവൻ്റെ പ്രതിഫലത്തെ മാറ്റി, 10 പ്രാവശ്യം അവന് കിട്ടേണ്ട ഓഹരിയെ മാറ്റി. എന്നാൽ ഹല്ലേലൂയ, ആരൊക്കെ പ്രതിഫലം മാറ്റിയാലും പ്രതിഫലം മാറ്റാത്ത നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവം, ഇന്നും മതിയായ ദൈവം. യെശയ്യാപ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, ഹല്ലേലൂയ, 49-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ വെറുതെ അധ്വാനിച്ചു, എൻ്റെ ശക്തിയെ വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചിരിക്കുന്നു, എങ്കിലും എൻ്റെ ന്യായം യഹോവയുടെ പക്കലും എൻ്റെ പ്രതിഫലം എൻ്റെ ദൈവത്തിൻ്റെ പക്കലും ഇരിക്കുന്നു. പലപ്പോഴും നാം വിചാരിക്കും നാം അധ്വാനിച്ചത് വെറുതെയാ, നാം ഓടിയത് വെറുതെയാ, നാം പഠിച്ചത് വെറുതെയാ. ഹല്ലേലൂയ. ഇതിനൊന്നും ഒരു പ്രതിഫലമില്ലെന്ന് പറയുമ്പോൾ പ്രതിഫലത്തെ മാറ്റിവെക്കുന്ന, പ്രതിഫലത്തെ തക്ക സമയത്ത് തരുന്ന ഒരു കർത്താവുണ്ട്. ഏത് ലാഭാന്യ ശക്തികളും നമ്മുടെ പ്രതിഫലത്തെ മാറ്റിക്കോട്ട്, പ്രതിഫലം മാറ്റാത്ത ഒരു ദൈവമുണ്ട്, പ്രതിഫലത്തെ തരുന്ന ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം എത്ര പേര് അത് വിശ്വസിച്ചുകൊണ്ട് അത് ഏറ്റുപറയും? യെശയ്യാപ്രവചനം തന്നെ 62-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, ഇതാ നിന്റെ രക്ഷ വരുന്നു, കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലും ഉണ്ട്, പ്രതിഫലം അവൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാലം കരമുയർത്തിയെന്ന് പറയുമോ? എൻ്റെ പ്രതിഫലത്തെ എൻ്റെ കർത്താവിൻ്റെ കരത്തിലുണ്ട്. അവൻ പ്രതിഫലം തന്നു മാനിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലവും ഹല്ലേലൂയ, ആരൊക്കെ പ്രതിഫലം മാറ്റിയാലും പ്രതിഫലം മാറ്റാത്ത ഒരു കർത്താവ് എനിക്കുണ്ട്. ഇന്ന് നാം കർത്താവിനെ സേവിപ്പാൻ, നാം കർത്താവിനെ ഹല്ലേലൂയ ആരാധിപ്പാൻ, കർത്താവിന് വേണ്ടി ഓടുവാൻ തയ്യാറെങ്കിൽ നിശ്ചയമായി പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കർത്താവിനെ സേവിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്, അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ നിങ്ങൾ സേവിപ്പീൻ. നിങ്ങൾ മനുഷ്യർക്ക് ചെയ്യുന്നത് പോലെയല്ല, കർത്താവിന് ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യുമെങ്കിൽ, കർത്താവിന് വേണ്ടി നിങ്ങൾ സേവ ചെയ്യുമെങ്കിൽ നിശ്ചയമായി നിങ്ങളെ മാനിക്കുന്ന, നിങ്ങളുടെ പ്രതിഫലത്തെ തരുന്ന നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. കർത്താവിനെ സേവിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. ദൈവദാസന്മാരെ ഹല്ലേലൂയ സപ്പോർട്ട് ചെയ്യുന്നവർക്ക്, ദൈവദാസന്മാരെ സഹായിക്കുന്നവരെ സഹായിക്കുന്ന ദൈവമുണ്ട്. ഈ ചെറിയവരിൽ ഒരുത്തന് പോലും നിങ്ങൾ ചെയ്തത് കർത്താവിനെന്ന് ഹല്ലേലൂയ കർത്താവിൻ്റെ വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നാം ചെയ്യുന്ന എല്ലാ നന്മയ്ക്കും കർത്താവിൽ നിന്ന് പ്രതിഫലം നമുക്ക് ലഭിക്കും. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക്
കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. നാം ചെയ്യുന്നതിനൊക്കെ പ്രതിഫലം തരുന്ന ഒരു കർത്താവുണ്ട്. മനുഷ്യർ മറന്നുപോയാലും മറക്കാത്ത ദൈവം. ഹല്ലേലൂയ. കൈവിടാത്ത ദൈവം. ഹല്ലേലൂയ. ഇന്നും ജീവിക്കുന്ന ദൈവമത്രേ. നാം ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഓരോ പ്രവർത്തിക്കും അവൻ പ്രതിഫലം തരും. ഒരു ദിവസം അവൻ തീ കൊണ്ട് ശോധന ചെയ്യും. തീ കൊണ്ട് ശോധന ചെയ്യുമ്പോൾ നമ്മുടെ പ്രവൃത്തി മനുഷ്യരെ കാണുന്ന ഹല്ലേലൂയ ദൃഷ്ടിസേവയാണോ? അത് കത്തിപ്പോകും, അത് വെന്തുപോകും. എന്നാൽ വെന്തുപോകാത്ത ഒരു പ്രവൃത്തി ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖനം ഹല്ലേലൂയ 1 കൊരിന്ത്യർ 3-14 പറയുന്നു, ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലമുണ്ട്. തീ കൊണ്ട് കർത്താവ് ശോധന ചെയ്യുമ്പോൾ പ്രിയരെ, നമ്മുടെ പ്രവൃത്തി നിലനിൽക്കുന്നതാണോ? അവൻ മാനിക്കും. ഹല്ലേലൂയ. ദൈവ പ്രവൃത്തി ധൈര്യത്തോടെ ചെയ്യാം. നമ്മുടെ ആ ധൈര്യത്തിന് പോലും ദൈവസന്നിധിയിൽ പ്രതിഫലമുണ്ട്. പ്രതിഫലം ഉള്ളതുകൊണ്ടാണ് ഹല്ലേലൂയ മോശ കർത്താവിനെ സേവിച്ചത്. തൻ്റെ വിശ്വാസ കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ മോശയ്ക്ക് മനസ്സിലായി, തൻ്റെ എല്ലാ സമ്പാദ്യത്തെക്കാട്ടിലും വലുത് കർത്താവിൻ്റെ നിന്നയാണ്. അതിന് നിത്യമായ പ്രതിഫലമുണ്ട്. ഇന്ന് രാവിലെ നമുക്ക് കർത്താവിനെ സേവിക്കാം, വിശ്വാസത്തോടുകൂടെ സേവിക്കാം, ധൈര്യത്തോടുകൂടെ സേവിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ കർത്താവിനെ സേവിക്കുന്നതിന് പ്രതിഫലമുണ്ട്. നാം വിശ്വസിക്കുന്നതിന് പോലും പ്രതിഫലമുണ്ട്. എബ്രായ ലേഖനം 11-6 നാം വായിക്കുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവന് ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു എന്നും അറിയേണ്ടതല്ലയോ? ദൈവത്തെ അന്വേഷിക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചാൽ പോലും പ്രതിഫലമുണ്ട്. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക. ഒരു പ്രതിഫലമുണ്ട്. അവൻ പ്രതിഫലം തരും. നീ ചെയ്യുന്നതിനൊക്കെ പ്രതിഫലം തരും. കർത്താവ് നിന്നെ മാനിക്കും. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ.